നേതാവ് KJ ഷൈനെതിരെ യൂട്യൂബിലൂടെ ലൈംഗിക അപവാദം പ്രചരിപ്പിച്ച കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത പോലീസ് നടപടിക്കെതിരെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ജാമ്യത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ അദ്ദേഹം പ്രമുഖ അഭിഭാഷകരുമായി നിയമപരമായ നീക്കങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയം നടത്തി. ഈ നീക്കം സംസ്ഥാന പോലീസ് നേതൃത്വത്തിൽ പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ നിയമക്കുരുക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ തലത്തിലുള്ള പകപോക്കൽ നടപടികൾക്ക് പുറമെ ഷാജഹാനോട് വ്യക്തിവിരോധമുള്ള ADGP റാങ്കിലുള്ള ഒരു ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ ഇടപെടലും പെട്ടെന്നുള്ള അറസ്റ്റിന് പിന്നിലുണ്ടെന്നാണ് ഷാജഹാനുമായി ബന്ധപ്പെട്ട അടുത്ത കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. KJ ഷൈൻ ടീച്ചറുടെ പരാതിയും സർക്കാർ ഉന്നതന്റെ താൽപര്യത്തെയും ഇവർ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി ആയുധമാക്കുകയായിരുന്നുവെന്നാണ് ഷാജഹാന്റെ സംശയം. ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനാണ് ഷാജഹാന്റെ തീരുമാനം. അറസ്റ്റിന് തൊട്ടുമുമ്പ് നടന്ന സംഭവ വികാസങ്ങൾ ഈ ഗൂഢാലോചന വാദത്തിന് ബലം നൽകുന്നു. അറസ്റ്റ് നടന്ന ദിവസം രാവിലെ എറണാകുളം റൂറൽ SP ഓഫീസിൽ നടന്ന ഉന്നതതല യോഗത്തിൽ പോലീസ് ആസ്ഥാനത്തെ ഉന്നത IPS ഉദ്യോഗസ്ഥൻ ഓൺലൈനായി പങ്കെടുത്തു. ഇതിനുശേഷമാണ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനായി 15 അംഗ പ്രത്യേക സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ചതത്രേ. വ്യാഴാഴ്ച രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നടത്തിയ അറസ്റ്റിനെ രൂക്ഷമായി വിമർശിച്ചാണ് എറണാകുളം CJM കോടതി ഷാജഹാന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം കിട്ടാത്ത വകുപ്പായ IT ആക്ടിലെ 67A ഉൾപ്പെടുത്തിയതിന് കോടതി ചോദ്യം ചെയ്തു. യൂട്യൂബ് വീഡിയോയിൽ അശ്ലീലമായി എന്താണ് ഉള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ പതറി. പരാതിക്കാരിയോടുള്ള ചോദ്യങ്ങളല്ലേ അതിലുള്ളത് എന്നായിരുന്നു വീഡിയോ കണ്ട ശേഷം കോടതിയുടെ ചോദ്യം. കേസെടുത്ത് 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തി അറസ്റ്റ് ചെയ്ത നടപടിയെ അസാധാരണ നടപടിയായാണ് കോടതിയും വിലയിരുത്തുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തത് ആലുവ സൈബർ പോലീസ് ആയിരുന്നുവെങ്കിലും അറസ്റ്റ് നടത്തിയത് ചെങ്ങമനാട് CIയുടെ നേതൃത്വത്തിലായിരുന്നു. ഈ CIക്ക് ആരാണിതിന് അധികാരം നൽകിയത് എന്ന കോടതിയുടെ ചോദ്യം പോലീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. പ്രോസിക്യൂഷൻ ഷാജഹാനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് വാദിച്ചെങ്കിലും കോടതി അത് തള്ളിക്കളഞ്ഞു. അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമല്ലാതാകാൻ സമയമായെന്ന് സുപ്രീം കോടതി അടുത്തിടെ നിരീക്ഷിച്ചത് ഷാജഹാന് നിയമപരമായ പിന്തുണ നൽകുന്നുണ്ട്. CJM കോടതിയുടെ രൂക്ഷ വിമർശനവും ചോദ്യം ചെയ്യലുകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഷാജഹാൻ സുപ്രീം കോടതിയെ സമീപിച്ചാൽ സംസ്ഥാന പോലീസ് മേധാവിയും സൈബർ ഓപ്പറേഷൻ തലവനും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ഉന്നതർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് നിയമ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഷാജഹാന്റെ കേസിൽ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാന ഘടകം ഇരട്ടത്താപ്പാണ്. ഇതേ പരാതിക്കാരി നൽകിയ ആദ്യ കേസിൽ റൂറൽ സൈബർ പോലീസ് ഷാജഹാന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി മൊബൈൽ ഫോൺ പിടിച്ചെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ തക്ക തെളിവില്ലാത്തതിനാൽ നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം നൽകിയ രണ്ടാമത്തെ പരാതിയിൽ നോട്ടീസ് പോലും നൽകാതെ പ്രത്യേക സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയച്ച് രാത്രിയിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നോട്ടീസ് നൽകാതെ അറസ്റ്റ് ചെയ്തത് എന്തിന് എന്നതും രാത്രിയിൽ കസ്റ്റഡിയിൽ എടുക്കാൻ എന്ത് അടിയന്തര സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉന്നത കോടതികളിൽ മറുപടി പറയേണ്ട ബാധ്യത പോലീസ് ഉന്നതർക്കുണ്ടാകും. മുൻപ് 2008 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥയായ R നിശാന്തിനി തൊടുപുഴ ASP ആയിരുന്നപ്പോൾ ഒരു ബാങ്ക് മാനേജരെ കള്ളക്കേസിൽ കുടുക്കി മർദ്ദിച്ച കേസിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. കേസിൽ തിരിച്ചടി ഉറപ്പായപ്പോൾ ഹൈക്കോടതിയുടെ മീഡിയേഷൻ സെന്ററിൽ വെച്ച് 18.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി അവർ കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. പഴ്സി ജോസഫ് എന്ന ആ ബാങ്ക് മാനേജർ ചെയ്തതുപോലെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഷാജഹാൻ വഴങ്ങില്ല എന്ന ഉറപ്പാണ് അദ്ദേഹത്തിന്റെ സുപ്രീം കോടതി നീക്കത്തിന് പിന്നിൽ. റൂറൽ SPയും ഉന്നത IPS ഉദ്യോഗസ്ഥനും ചേർന്ന ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ അദ്ദേഹം ഏതറ്റം വരെയും പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.